എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സദ്യയിൽ നമ്മുടെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത നമ്മുടെ പച്ചടിയാണ്. പച്ചടി നമുക്ക് പലതരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പാവയ്ക്ക വെച്ച്, ബീട്രൂട്ട് വെച്ച്, അതുപോലെ തന്നെ ഇഞ്ചി, വെള്ളരിക്ക, കുമ്പളങ്ങ, വെണ്ടയ്ക്ക, അങ്ങനെ പല രുചികൾ നമുക്ക് പച്ചടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ വെണ്ടയ്ക്ക വെച്ച് ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് പച്ചടിക്ക് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ, അതായത് വറ്റൽമുളക്, കടുക്, കറിവേപ്പില. പിന്നെ വേണ്ടത് പച്ചമുളക്, തൈര്, തേങ്ങ, ജീരകം. ഇത്രയും മെയിനായിട്ട് വേണ്ട സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ഓരോ ടേസ്റ്റ് അനുസരിച്ച് സാധനങ്ങൾ മാറ്റാം. ഇപ്പം ഞാൻ വെണ്ടയ്ക്കയാണ് ഉപയോഗിക്കുന്നത്. വെണ്ടയ്ക്ക വെച്ചുള്ള പച്ചടിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെണ്ടയ്ക്കയും പച്ചമുളകും നല്ലതായിട്ട് കനം കുറച്ച് വട്ടത്തിൽ വേണം അരിഞ്ഞെടുക്കാനേ. വട്ടത്തിലരിഞ്ഞ് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം. ഓക്കെ, എന്നിട്ട് ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് കടുക് കൂടെ വറുത്ത് വയ്ക്കാം. അപ്പോൾ കടുകിന് വറുക്കാൻ വേണ്ടി കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെടുത്ത് നന്നായിട്ട് വറുത്ത്, അത് നമ്മൾ കടുക് താളിക്കാൻ വേണ്ടിയാണ്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ എടുത്തു വെച്ചിരുന്ന തേങ്ങയും ജീരകവും നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി. അത് നമുക്ക് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ആ സെയിം അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുക്, അത് നല്ല പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, പച്ചക്കടുക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ മിക്സിയുടെ ജാർ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക, ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്യുക കേട്ടോ. ഒത്തിരി അരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് കുറച്ച് ഒരു ടീസ്പൂണിൻ്റെ ആവശ്യമുള്ള ആ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറൊന്ന് കറക്കി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ തേങ്ങയും ജീരകവും നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സി കറക്കി ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രം എടുക്കുക. ചെറിയൊരു പാത്രം മതിയായിരിക്കും. നമുക്ക് അധികം പച്ചടി ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ, കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു പാത്രം എടുക്കുക. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന വെണ്ടയ്ക്കയും പച്ചമുളകൂടെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറു തീയിലൊന്ന് ചൂടാക്കുക. ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന തൈര് കൂടി ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൈര് ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല, കാരണം തൈര് തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നേരത്തെ വറുത്ത് വെച്ച കടുകും ചേർത്ത്, അതായത് നമ്മൾ കടുക് താളിക്കാൻ വേണ്ടി വറുത്ത് വെച്ചിരുന്നല്ലോ, അതുകൂടെ ചേർത്ത് നന്നായിട്ട് താളിച്ചെടുത്തിട്ട് ഒരു അടപ്പാത്രം വെച്ചൊന്ന് അടച്ചു വയ്ക്കുക. അത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പാവയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നത് ഇതേപോലെ തന്നെയാണ് കേട്ടോ. അതായത് പാവയ്ക്കയും പച്ചമുളകും വറുത്തെടുക്കുന്നു, ആ വെണ്ടയ്ക്ക ചേർത്ത സ്ഥാനത്ത് പാവയ്ക്ക ചേർക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ കുമ്പളങ്ങ, വെള്ളരിക്ക, ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ ഞാൻ ബീട്രൂട്ടിനെ കുറിച്ച് പറയാവേ. ആദ്യം തന്നെ നമ്മൾ ബീട്രൂട്ടും പച്ചമുളകും കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കേട്ടോ നന്നായിട്ട് വേവിച്ചെടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഈ വീഡിയോസൊക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയും റെപ്പറ്റീഷൻ വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടാഞ്ഞത്. അപ്പം അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലിങ്കിലൊന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. അപ്പം എന്നും പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് കാണുന്നവരേക്കും ബൈ.